ധാരാളം ഈ സമൂഹ മാധ്യമങ്ങളിൽ പലരും വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ധാരാളം പേർ അവരുടെ പ്രതികരണങ്ങൾ കുറിച്ചിട്ടുണ്ട്. അതിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പ്രതികരണം ഇന്ന് സവിശേഷമായ ഒരു ശ്രദ്ധ അർഹിക്കുന്നതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാട്. വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തിനോടൊപ്പവും ലഹരിക്കെതിരെയും എൻ്റെ നിലപാട്. വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് നമുക്ക് ഈ വൈകുന്നേരം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിഥിയായി. ഞാൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, താങ്കൾ ഈ വേടൻ വിഷയത്തിൽ താങ്കളുടെ ഒരു നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗോപികൃഷ്ണൻ, ഞാൻ വേടൻ വിഷയത്തിൽ എൻ്റെ നിലപാട് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടിയും കലയിൽ കൂടിയും അദ്ദേഹം എല്ലാ കാലത്തും ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് ഒപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും ബേസിക്കലി ഒരു അംബേദ്കറൈറ്റാണ്. അതാണ് എൻ്റെയും പോളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകീഭവിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ധാരയാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ കലയിൽ കൂടി. രാജ്യത്താകമാനം ഡോക്ടർ അംബേദ്കറും കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ തൻ്റെ കലയിൽ കൂടി പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആശയപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനെ ഞാൻ വീണ്ടും ആഘോഷിക്കുന്നു, അതിനെ വീണ്ടും ആവർത്തിച്ച് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പോലെ ഞാൻ ലഹരിക്ക് അനുകൂലമല്ല. ലഹരി ആരുപയോഗിച്ചാലും അത് സവർണരായാലും ദളിതരായാലും വെളുത്തവരായാലും കറുത്തവരായാലും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും വിനായകനായാലും ഞാനായാലും ആരായാലും അത് കുറ്റമാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ 24-ൻ്റെ SKN40 ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ ഞാനും പങ്കുചേർന്നതാണ്. ആ നിലപാടിൽ ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കത്തുമില്ല. ലഹരി എന്ന മാരകമായ വിപത്തിനെ, ഒരു ക്യാൻസർ പോലെ പടരുന്ന ആ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് പറയുമ്പോഴും ഇതിനു മുമ്പ് സംസാരിച്ച പല വിഷയങ്ങളും ഇവിടെ പ്രകടമാകുന്നുണ്ട്. നമ്മുടെ രാജ്യം ജാതിബദ്ധമായൊരു രാജ്യമാണ്. അതുണ്ട് ഇല്ല എന്നുള്ളൊരു തർക്കത്തിനൊന്നും അടിസ്ഥാനമില്ല. അതിവിടെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക മേഖലയിൽ, സിനിമ ഉൾപ്പെടെയുള്ള സാംസ്കാരിക കലാരംഗത്ത് ജാതി, സവർണജാതി മേൽക്കോയ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ല എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതിന് ഇരകളാക്കപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഞാനിതിനകത്ത് കാണുന്നത്, ഞാനും അദ്ദേഹത്തെ ബോബ് മാർലി എന്ന് തന്നെ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ബോബ് മാർലിയുടേത്. അദ്ദേഹം ഈ ചെറുപ്രായത്തിൽ അദ്ദേഹം നേടിയ നേട്ടം, അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അദ്ദേഹത്തിന് ലഭിക്കുന്ന പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കുറച്ച് കാണുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ജാതിബദ്ധമായൊരു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കലാകാരൻ എന്തുമാത്രം വെല്ലുവിളികളെ, ജാതീയമായ അടിച്ചമർത്തലുകളെ ഉല്ലംഘിച്ചുകൊണ്ടും അതിലംഘിച്ചുകൊണ്ടുമാണ് ഇത്രയും ഉയർന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു വ്യക്തിയെ ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ തകർക്കുവാനായിട്ട് ധാരാളം പേരുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരും, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനം പോകും, ഞങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ലോബികൾ ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ, ആ കലാകാരനെ സംരക്ഷിക്കുക എന്നുള്ളത് സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയും കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ഞാൻ വീണ്ടും നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുവാനുള്ള കാരണം. മാത്രമല്ല ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും, ഇതിലും ശക്തമായി എങ്ങനെയാണ് ഈ രാഷ്ട്രീയം പറയാൻ കഴിയുക, അല്ലേ? കാടുകട്ടവന്റെ നാട്ടിൽ ചോറുകട്ടവൻ മരിക്കും, അതാണിപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത്. ആ രണ്ട് വരികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അറം പറ്റിയിരിക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്.
നമ്മുടെ ഇപ്പം ഗോപികൃഷ്ണനാണ് ഇപ്പോൾ ആങ്കർ ചെയ്യുന്നത് എന്നുള്ളൊരു കോയിൻസിഡൻസ് ആണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് അങ്ങയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് അയ്യപ്പനുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം ഞാൻ അടുത്തിടയ്ക്ക് കണ്ടത് ഞാൻ പങ്കുവച്ചല്ലോ. അയ്യപ്പൻ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ്. ഇത്രയും ദക്ഷിണാശാലിയായ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കവി നമുക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലഹരി അദ്ദേഹത്തിൻ്റെ കരൾ മാത്രമല്ല പകുതി കൊണ്ടുപോയത്, ജീവനും കൊണ്ടുപോയതാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയെ നമുക്ക് തള്ളിപ്പറയേണ്ടതില്ലല്ലോ. ആ കവിതയിൽ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ നമ്മൾ ആഘോഷിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ വേടൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, എങ്കിലും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് മിക്കവാറും അദ്ദേഹം ഒരു ഇരയാകാൻ സാധ്യതയുള്ള ഒരു സിനാറിയോ ആണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ തകർക്കാനായിട്ടൊക്കെ ശ്രമം നടന്നിട്ടുണ്ടാവും. ഇനി എന്തായാലും അതിൽ നിന്ന് അദ്ദേഹം മോചനം പ്രാപിച്ച് ലഹരി ഉപയോഗിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട്, ശക്തമായ രാഷ്ട്രീയവുമായിട്ട് ആ കലയിൽ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആശംസ.